പ്രിയ കുട്ടികളെ, നമ്മൾ പുതിയൊരു പഠന രീതി ആരംഭിച്ചിരിക്കുകയാണല്ലോ. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, PTA എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭത്തിന് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടിയേ തീരൂ. വീട്ടിൽ സുരക്ഷിതരായിരുന്ന് പഠന പ്രവർത്തനങ്ങൾ തുടരാമെന്ന ഈ അവസ്ഥയിൽ അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക തന്നെ ചെയ്യണം. ഇന്ന് കെമിസ്ട്രിയിലെ 1ാം യൂണിറ്റായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന പാഠം നമുക്ക് ആരംഭിക്കാം. പീരിയോഡിക് ടേബിൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് പീരിയോഡിക് ടേബിൾ? മൂലകങ്ങളെ അവയുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമമായി അടുക്കി വച്ചിരിക്കുന്ന ഒരു പട്ടികയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. ആറ്റത്തിലെ കണങ്ങളായ ഇലക്ട്രോണുകൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണല്ലോ ഇലക്ട്രോൺ വിന്യാസം. ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ചില പ്രത്യേകതകളും അതിന് പീരിയോഡിക് ടേബിളുമായുള്ള ബന്ധവുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്നു പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര. തന്മാത്രകളെ വീണ്ടും ചെറുതാക്കാനാകുമെന്നും അപ്പോൾ ലഭിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്നും നാം പഠിച്ചിട്ടുണ്ടല്ലോ. ആറ്റം ഘടനയെക്കുറിച്ച് ആദ്യമായി ഒരു സിദ്ധാന്തം രൂപീകരിച്ചത് 1807 ജോൺ ഡാൾട്ടൺ എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനുശേഷം അനേകം ശാസ്ത്രജ്ഞന്മാർ ആറ്റം ഘടനയെക്കുറിച്ച് വ്യത്യസ്തമായ പരീക്ഷണങ്ങളും സിദ്ധാന്തങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അംഗീകാരം ലഭിച്ചിരുന്ന ഒരു മാതൃകയായിരുന്നു ബോർ ആറ്റം മാതൃക. നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിന് വിശദീകരണം നൽകിയത്. ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായി വിശദീകരിക്കാൻ ബോർ മാതൃക ഉപയോഗപ്പെടുത്തുന്നു. ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ: ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അഥവാ ഷെല്ലുകളിലാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജനിലകൾ എന്നും പറയും. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4 എന്ന് നമ്പർ നൽകിയോ K, L, M, N എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ 2n² എന്ന സമവാക്യം ഉപയോഗിക്കാം. n എന്നാൽ ഷെൽ നമ്പർ. അതായത് K ഷെല്ലിൽ ഷെൽ നമ്പർ 1 ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 1² = 2. ഇനി രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ലിൽ 2 × 2² = 8. ഇനി മൂന്നാമത്തെ ഷെല്ലായ M ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാം? ഷെൽ നമ്പർ 3 ആകുമ്പോൾ 2 × 3² = 18. ഇങ്ങനെ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കണ്ടെത്താം. സോഡിയത്തിൻ്റെ ബോർ മോഡൽ ശ്രദ്ധിക്കൂ. അതിൻ്റെ അറ്റോമിക സംഖ്യ 11. അപ്പോൾ അതിൽ 11 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അതിൻ്റെ ഒന്നാമത്തെ ഷെല്ലായ K ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിറയും. അടുത്ത ഷെല്ലായ L ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ബാക്കി വരുന്ന 1 ഇലക്ട്രോൺ M ഷെല്ലിലും നിറയും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 എന്ന് നമുക്ക് പറയാം. ഇലക്ട്രോൺ വിന്യാസം നോക്കി
നമുക്ക് ഒരു മൂലകം പീരിയോഡിക് ടേബിളിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആണല്ലോ. ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് 1-ാം ഗ്രൂപ്പിലാണ് എന്ന് പറയാം. അതുപോലെ ഷെല്ലുകളുടെ എണ്ണമാണ് പീരിയഡ് നമ്പർ. അപ്പോൾ ഇവിടെ 3 ഷെല്ലുകൾ ഉള്ളത് കൊണ്ട് അത് 3-ാം പീരീഡിലാണെന്ന് പറയാം. അപ്പോൾ സോഡിയം പീരിയോഡിക് ടേബിളിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? 1-ാമത്തെ ഗ്രൂപ്പിൽ പീരിയഡ് നമ്പർ 3-ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മൂലകം ലോഹമാണോ അതോ അലോഹമാണോ? 1-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ലോഹങ്ങളാണല്ലോ. ഇത്തരത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാനും പ്രവചിക്കാനും കഴിയുന്ന തരത്തിലാണ് പീരിയോഡിക് ടേബിളിൽ അവയെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മൂലകങ്ങളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം അവയുടെ ആറ്റം ഘടനയാണല്ലോ. അപ്പോൾ ആറ്റം ഘടനയും പീരിയോഡിക് ടേബിളുമായി വളരെയേറെ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. ബോർ മോഡൽ ശ്രദ്ധിക്കൂ. ന്യൂക്ലിയസിന് വളരെ അടുത്തുള്ള ഷെല്ലുകളുണ്ട്, ന്യൂക്ലിയസിൽ നിന്നും അകലെയുള്ള ഷെല്ലുകളുമുണ്ട്. അടുത്തുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളാണോ അകലെയുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളാണോ ന്യൂക്ലിയസുമായുള്ള ആകർഷണം കൂടുതലുണ്ടാവുക? ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾക്കായിരിക്കും. അകലം കൂടുന്തോറും ന്യൂക്ലിയസുമായുള്ള ആകർഷണ ബലം കുറയുന്നു. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൽ നിന്നും അകലെയുള്ള ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുതലായിരിക്കും എന്ന് പറയാം. പട്ടിക ശ്രദ്ധിക്കൂ. ലിഥിയത്തിൻ്റെ അറ്റോമിക സംഖ്യ 3. അപ്പോൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ നിറയും? 2. എൽ ഷെല്ലിൽ എത്രയായിരിക്കും ഉണ്ടാവുക? 1. ഇനി അടുത്തത് സോഡിയം. അതിൻ്റെ അറ്റോമിക സംഖ്യ 11. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇനി ആർഗൺ. അറ്റോമിക സംഖ്യ 18. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ആർഗണിന് ശേഷമുള്ള മൂലകമായ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക സംഖ്യ 19. അതിൻ്റെ ആറ്റം മോഡൽ ഒന്ന് ശ്രദ്ധിക്കൂ. അതിൽ ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 1 ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് 3-ാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിലും ഇവിടെ 8 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം അവസാനം വന്ന ഒരു ഇലക്ട്രോൺ 4-ാമത്തെ ഷെല്ലിലേക്ക് പോയത് എന്തുകൊണ്ടായിരിക്കും? ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് തുടർച്ചയും വളർച്ചയും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. 9-ാം ക്ലാസ്സിൽ തന്നെ ആറ്റം ഘടനയെക്കുറിച്ചുള്ള വിവിധ മോഡലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ബോർ മാതൃക ആറ്റം ഘടനയെക്കുറിച്ചുള്ള ലളിതമായ ഒരു വിശദീകരണമാണ്. ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ സ്ഥാനവും സ്വഭാവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ ബോർ മാതൃകയ്ക്ക് ചില പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കുകയും പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്തപ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ നിലകളിൽ തന്നെ ഉപ ഊർജ നിലകളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഷെല്ലുകളിൽ തന്നെ സബ് ഷെല്ലുകളും ഉണ്ട് എന്ന് പറയാം. ഈ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു. ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ നിലകളെ സബ് ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കെ ഒഴികെയുള്ള എല്ലാ ഷെല്ലുകൾക്കും ഒന്നിലധികം സബ് ഷെല്ലുകളുണ്ട്. കെയിൽ ഒരു സബ് ഷെൽ മാത്രമേ ഉള്ളൂ. എസ് സബ് ഷെല്ലിൻ്റെയും പി
സബ്ഷെല്ലിൻ്റെയും ആകൃതി ശ്രദ്ധിക്കൂ. ഡി സബ്ഷെല്ലിൻ്റെയും എഫ് സബ്ഷെല്ലിൻ്റെയും ഒക്കെ ആകൃതി വളരെ സങ്കീർണമാണ്. എന്തുകൊണ്ടാണ് ഷെല്ലുകളെ ഊർജ്ജനിലകൾ എന്ന് വിളിക്കുന്നത്? ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. ആ ഷെല്ലിൽ പരിക്രമണം ചെയ്യുന്നിടത്തോളം കാലം അവയുടെ ഊർജത്തിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് ഷെല്ലുകളെ ഊർജ്ജനിലകൾ എന്നും വിളിക്കുന്നത്. ഓരോ ഷെല്ലിലും സബ് ഷെല്ലുകളും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചുവല്ലോ. സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്കും നിശ്ചിത ഊർജമാണുള്ളത്. അതിനാലാണ് അവയെ ഉപ ഊർജ്ജനിലകൾ എന്ന് വിളിക്കുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പട്ടിക 1-2 ശ്രദ്ധിക്കൂ. ഇതിൽ ഒന്നാമത്തെ നിരയിൽ ഷെൽ നമ്പർ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ നിരയിൽ സബ് ഷെല്ലുകളുടെ പേരുകൾ. അതായത് ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിന് ഒരു സബ് ഷെൽ മാത്രമാണുള്ളത്, എസ്. രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിന് 2 സബ് ഷെല്ലുകൾ, എസും പിയും. മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിന് 3 സബ് ഷെല്ലുകൾ, എസ്, പി, ഡി. ഇനി നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലിന് 4 സബ് ഷെല്ലുകൾ, എസ്, പി, ഡി, എഫ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഷെല്ലിൻ്റെ നമ്പർ എത്രയാണോ അത്രയും തന്നെയായിരിക്കും സബ് ഷെല്ലുകളുടെ എണ്ണവും. ഒന്നാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ സൂചിപ്പിക്കാനായി നമ്മൾ 1s എന്നും രണ്ടാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ സൂചിപ്പിക്കുവാൻ 2s എന്നുമാണ് എഴുതുന്നത്. അതായത് ഷെല്ലിൻ്റെ നമ്പർ ആദ്യവും സബ് ഷെല്ലിൻ്റെ പേര് രണ്ടാമതും എഴുതും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പട്ടിക 1-3 ഒന്ന് പൂരിപ്പിക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ നിരയിൽ ഷെൽ നമ്പറാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ നിരയിൽ സബ് ഷെല്ലുകളുടെ പേരുകൾ. മൂന്നാമത്തെ നിരയിൽ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന രീതി, അതാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ എങ്ങനെ പറയാം? 1s. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ എങ്ങനെ വിളിക്കും? 2s. രണ്ടാമത്തെ ഷെല്ലിൻ്റെ പി സബ് ഷെല്ലിനെ 2p എന്നും വിളിക്കാം. ഇനി മൂന്നാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ എങ്ങനെ വിളിക്കാം? 3s. മൂന്നാമത്തേതിൻ്റെ പി സബ് ഷെല്ലിനെ 3p എന്നും മൂന്നാമത്തെ ഷെല്ലിൻ്റെ ഡി സബ് ഷെല്ലിനെ 3d എന്നും വിളിക്കാം. ഇനി ഇതേപോലെ തന്നെ നാലാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ 4s എന്നും പി സബ് ഷെല്ലിനെ 4p എന്നും ഡി സബ് ഷെല്ലിനെ 4d എന്നും എഫ് സബ് ഷെല്ലിനെ 4f എന്നും നമുക്ക് വിളിക്കാം. ഇനി നമുക്ക് ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതം ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് നോക്കാം. പട്ടിക 1-4 ശ്രദ്ധിക്കുക. അതിൽ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2. കെ ഷെല്ലിന് ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, 1s. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലേക്ക് പോകും? 1s സബ് ഷെല്ലിലേക്ക്. അങ്ങനെയെങ്കിൽ എസ് സബ് ഷെല്ലിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2. ഇനി നമുക്ക് രണ്ടാമത്തെ ഷെല്ലിലേക്ക് നോക്കാം. രണ്ടാമത്തെ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക. അതിൽ തന്നെ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക? 2 എണ്ണം. അപ്പോൾ അവശേഷിക്കുന്ന എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ആകെ 8 ആണെങ്കിൽ അവശേഷിക്കുന്ന 6 ഇലക്ട്രോൺ ആയിരിക്കും പി സബ് ഷെല്ലിലേക്ക് പോവുക. അങ്ങനെയെങ്കിൽ പി സബ് ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ഷെല്ലിലേക്ക് നോക്കാം. അതിൽ 3 സബ് ഷെല്ലാണല്ലോ ഉള്ളത്, 3s, 3p, 3d. നമ്മൾ പഠിച്ചു കഴിഞ്ഞു എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് നിറയുക. അതുകൊണ്ട് തന്നെ 3sൽ 2 ഇലക്ട്രോൺ നിറയും. അതുപോലെ 3p സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണാണ് നിറയുക. അപ്പോൾ എസും പിയും ചേർന്ന് കഴിയുമ്പോൾ ആകെ 8 ഇലക്ട്രോണായി.
നമുക്കറിയാം മൂന്നാമത്തെ ഷെല്ലിൽ ആകെ 18 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ അവശേഷിക്കുന്ന എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ഡി സബ് ഷെല്ലിൽ നിറയാനായി? 10 ഇലക്ട്രോണുകൾ. അങ്ങനെ ഡി സബ് ഷെല്ലിൽ നിറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണെന്ന് പറയാം. ഇതേ രീതിയിൽ നാലാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളുടെ എണ്ണവും നമുക്ക് കണക്കാക്കാം. നമ്മൾ പഠിച്ച പ്രകാരം 4s-ൽ 2 ഇലക്ട്രോണുകൾ, 4p സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ, 4d സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണുകൾ. ഇനി എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ 18 ഇലക്ട്രോൺ ആവും. ആകെ 32 ഇലക്ട്രോണുകളാണ് ഈ നാലാമത്തെ ഷെല്ലിൽ നിറയുക. അപ്പോൾ അവശേഷിക്കുന്ന 14 ഇലക്ട്രോണുകളാണ് 4f സബ് ഷെല്ലിൽ നിറയാനായി ഉള്ളത്. അങ്ങനെയെങ്കിൽ എഫ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് പട്ടിക 1.5-ൽ തന്നിരിക്കുന്നത്. ഓരോ സബ് ഷെല്ലിലും നിറയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. എസ് സബ് ഷെല്ലിൽ 2, പി സബ് ഷെല്ലിൽ 6, ഡി സബ് ഷെല്ലിൽ 10, എഫ് സബ് ഷെല്ലിൽ 14. ഈ സംഖ്യകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സബ് ഷെല്ലുകളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോഴൊക്കെ ഈ സംഖ്യ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണല്ലോ, അതിനോട് എത്ര കൂട്ടിയതാണ് പി സബ് ഷെല്ലിൽ? 4 ഇലക്ട്രോൺ. അതേപോലെ തന്നെ പി സബ് ഷെല്ലിലെ 6 ഇലക്ട്രോണിനോട് 4 കൂട്ടിയതാണ് ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ആണോ അതിനോട് 4 വീതം കൂട്ടിയാലാണ് അടുത്ത സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഉദാഹരണമായി കാർബണിൻ്റെ അറ്റോമിക സംഖ്യ 6 ആയാൽ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2,4. ഇതിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺ ഊർജം കുറഞ്ഞ കെ ഷെല്ലിലും ബാക്കി 4 ഇലക്ട്രോൺ അതിനേക്കാൾ ഊർജം കൂടിയ എൽ ഷെല്ലിലുമായിരിക്കും നിറയുന്നത്. ഇതുപോലെ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലുകളിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് ഊർജം കൂടിയതിലേക്ക് ക്രമമായാണ് നിറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആറ്റത്തിൻ്റെ ബോർ മാതൃകയുടെ പ്രധാന ആശയങ്ങൾ നമ്മൾ പഠിച്ചു. ആറ്റത്തിലെ ഷെല്ലുകൾ ഏതെല്ലാമെന്നും ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്നും നമ്മൾ മനസ്സിലാക്കി. ഊർജനിലകൾ അഥവാ ഷെല്ലുകളിൽ ഉപ ഊർജനിലകൾ അഥവാ സബ് ഷെല്ലുകൾ ഉണ്ടെന്നും അവ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ നാമകരണം ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. ഓരോ സബ് ഷെല്ലിനെയും സൂചിപ്പിക്കുന്ന വിധം എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. അവയുടെ ഉത്തരങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ചോദ്യങ്ങൾ ഇവയാണ്. ഊർജനിലകൾ, ഉപ ഊർജനിലകൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ആറ്റത്തിലെ ഷെല്ലുകളും സബ് ഷെല്ലുകളും ഏതെല്ലാം? എം ഷെല്ലിലെ പി സബ് ഷെല്ലിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? എസ്, പി, ഡി, എഫ് എന്നീ സബ് ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എല്ലാ ഷെല്ലിലുമുള്ള സബ് ഷെൽ ഏതാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. അതോടൊപ്പം ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ PDF രൂപത്തിൽ അയച്ചു തരും. അതും നോട്ട്ബുക്കിൽ എഴുതുക.
നന്നായി വായിക്കുക, നന്നായി പഠിക്കുക.